നിങ്ങൾക്ക്? നിന്നോട് അരിയാഹാരം കഴിക്കാൻ ആരാ പറഞ്ഞത്? അത് ഇനി ആരെങ്കിലും പറയണോ? അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇഷ്ടമുള്ളത് കഴിക്കാൻ നിങ്ങളുടെ അനുവാദം എന്തിനാ? നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? നിന്നോട് വ്രതം എടുക്കണോന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? വ്രതം എടുക്കുന്നവര് അരിയാഹാരം കഴിക്കാൻ പാടില്ല. മത്സ്യവും മാംസവും പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണം. കട്ടിലിൽ കിടക്കരുത്. വേറെ നിലത്ത് പുൽപ്പ വിരിച്ച് വേണം കിടക്കാൻ. ചൂടുവെള്ളത്തിൽ കുളിക്കാമോ? അല്ല, അതാ എനിക്ക് ശീലം. ചൂടുവെള്ളത്തിൽ കുളിക്കാൻ പാടില്ല. നല്ല തണുത്ത വെള്ളത്തിലേ കുളിക്കാവൂ. എനിക്ക് സൗകര്യമില്ല നിങ്ങൾ പറയുന്ന അനുസരിക്കാൻ. ഇവിടെ കഴിക്കാൻ പറ്റില്ലെങ്കിലേ ഞാൻ പുറത്തു പോയി കഴിക്കും. അവരുടെ ഒരു വ്രതം. എന്തെങ്കിലും ചോദിച്ച ഉടനെ തർക്കുത്തരം പറഞ്ഞോടി. എന്നോട് ഞാൻ വ്രതം നിൽക്കാൻ പറഞ്ഞാണോടി? എന്നിട്ട് നീ എന്തിനാടി അരിയാഹാരം കഴിച്ചത്? അരിയാഹാരവും ഈ വറുത്തതും എല്ലാം അവൾ കഴിച്ചിരിക്കുന്നു. ഞാൻ ഇന്ന് നോക്കാം. പറഞ്ഞ അനുസരിച്ചില്ല കൊന്നുകളെ ഞാൻ. എനിക്ക് എന്റെ സ്വർണം തിരിച്ചു കിട്ടണം. അതുവരെ നീ വ്രതത്തിലായിരിക്കണം. നിങ്ങളുടെ സ്വർണം കിട്ടിയില്ലെങ്കിലോ? കിട്ടും. നീ കൃത്യമായിട്ട് വ്രതം എടുത്ത് അത് തിരിച്ചു കിട്ടും. അടുത്ത തന്നെ ഡിവോഴ്സ് കിട്ടി ഞാൻ ഇവിടുന്ന് പോവും. വേറെടുത്ത് ചെന്നാലും ഞാൻ ഈ വ്രതം തുടരണോ? ഞാൻ അറിയാൻ വയ്യാത്തോട് ചോദിക്കാം. ഈ ഡിവോഴ്സ് കിട്ടുന്നതിന് മുമ്പ് എനിക്ക് എന്റെ സ്വർണം കിട്ടിയിരിക്കണം. എടുത്തവര് തന്നെ അത് തിരിച്ചു തരും. അതിന് കിട്ടാൻ പോകുന്നില്ല. അത് വിറ്റ് പോയി കാണും. അതെങ്ങനെ നിനക്കറിയാം? നീ ആന്നോടി സ്വർണം എടുത്തത്? ഞാനല്ല. പിന്നെ നിനക്കെങ്ങനെ അറിയാം സ്വർണം വിറ്റുപോയെന്ന്? ഞാൻ ഊഹിച്ചു. നീ ഊഹിച്ചോ? നീ ഊഹിക്കരുത് കേട്ടോ. കള്ളത്തിന് പറഞ്ഞോടി. എന്റെ സ്വർണം കട്ടെടുത്തിട്ട് കള്ളത്തിന് പറഞ്ഞോടി. നിനക്കറിയാം ആരാ വിൽക്കാൻ? പറയടി സത്യം പറയടി. ഇനി നീ ഊഹിക്കരുത് കേട്ടോടി. സത്യം പറ, നിങ്ങൾക്ക് മട്ടുണ്ടോ? അതോ നിങ്ങൾ ഫുൾ അഭിനയാണോ? മട്ട എനിക്കല്ല, നിനക്കാ. വ്രതത്തിന്റെ കാര്യം മറന്നു പോയേക്കല്ലോ. മറന്ന